കാസർഗോഡ് ജില്ലയിലെ ബി.ജെ.പിയുടെ ഈറ്റില്ലമായ മധൂർ പഞ്ചായത്ത് ഇത്തവണ പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇടത് വലത് മുന്നണികൾ. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്ന ബി.ജെ.പിയിലെ ആഭ്യന്തര കലാപവും അഴിമതി ആരോപണങ്ങളും ഇത്തവണ ഭരണത്തിലേക്കുള്ള വഴിയൊരുക്കുമെന്നാണ് LDF-ന്റെയും UDF-ന്റെയും കണക്കുകൂട്ടൽ. കഴിഞ്ഞ 45 വർഷമായി ബി.ജെ.പി തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്താണ് മധൂർ പഞ്ചായത്ത്. രൂപീകരിച്ച കാലം മുതൽ പാർട്ടിക്കൊപ്പം നിന്ന പഞ്ചായത്തിൽ 13 അംഗങ്ങളാണ് ബി.ജെ.പിക്കുള്ളത്. 4 LDF അംഗങ്ങളും 3 UDF അംഗങ്ങളും മധൂർ പഞ്ചായത്തിലുണ്ട്. ഇത്തവണ വാർഡ് വിഭജനത്തിൽ 20-ൽ നിന്ന് 24 വാർഡുകളുടെ എണ്ണം ഉയർന്നതും ബി.ജെ.പിക്കുള്ളിലെ ആഭ്യന്തര കലഹവും ഗുണം ചെയ്യുമെന്നാണ് LDF-ന്റെയും UDF-ന്റെയും പ്രതീക്ഷ. കാസർഗോഡ് ജില്ലയിലെ മധൂർ, പട്ള, ഷിരിബാഗലു വില്ലേജുകൾ പൂർണ്ണമായും കുടലു വില്ലേജ് ഭാഗികമായും ഉൾപ്പെടുന്ന 26.04 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗ്രാമപഞ്ചായത്താണ് മധൂർ. മായിപ്പാടി മുതൽ ഷിരിബാഗലു വരെ 20 വാർഡുകളുള്ള പഞ്ചായത്ത്. 41,463 വോട്ടർമാരാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. രൂപീകരണ കാലം മുതൽ ബി.ജെ.പിക്കൊപ്പം നിന്ന പഞ്ചായത്ത് കഴിഞ്ഞ തവണ അവർക്ക് നൽകിയത് 13 വാർഡുകൾ. 4 സീറ്റുകളിൽ LDF-ഉം 3 എണ്ണത്തിൽ UDF-ഉം വിജയിച്ചു. ബി.ജെ.പി ശക്തി കേന്ദ്രമായാണ് മധൂർ അറിയപ്പെടുന്നത്. എന്നാൽ ബി.ജെ.പിക്കുള്ളിലുള്ള വിഭാഗീയതയാണ് പാർട്ടി നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഇടതുപക്ഷത്തിനും UDF-നും മുന്നേറ്റമുണ്ടാവാൻ കാരണമായതും ബി.ജെ.പിയിലെ പ്രശ്നങ്ങളാണ്. ഭരണം ലഭിച്ച ശേഷവും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. വോട്ടർ പട്ടികയുടെ പ്രിന്റ് എടുത്തതിലും കുടിവെള്ളം വിതരണം ചെയ്തതിലും പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിലും ഉൾപ്പെടെ അഴിമതി ആരോപണങ്ങൾ നിഴൽ പോലെ കൂടെ നിന്നു. പ്രതിപക്ഷം ഈ ബി.ജെ.പിക്ക് അകത്തുള്ള ഈ അഴിമതിയെയും പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന കൊള്ളരുതായ്മകളെയും ഒക്കെയും ജനങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചുകൊണ്ട് മധൂർ പഞ്ചായത്തിനകത്തെ യഥാർത്ഥ അവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ബി.ജെ.പി അംഗങ്ങൾ തന്നെ രംഗത്ത് വരികയും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നീക്കം നടത്തുകയും ചെയ്തു. ഒടുവിൽ ബി.ജെ.പി നേതൃത്വം ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഇത്തവണ വാർഡുകളുടെ എണ്ണം കൂടിയതിനാൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങൾ ബി.ജെ.പിക്കാർ എല്ലാവരും ഇതായിട്ട് ഞങ്ങൾ ഇലക്ഷൻ നേരിടും. ഇപ്പോൾ 24 വാർഡുണ്ട്. 16 വാർഡ് ഞങ്ങൾക്ക് ഷുവർ കിട്ടി. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചായത്തിൽ കേരളോത്സവം നടത്താൻ കഴിയാത്തത് ഭരണസമിതിക്ക് തിരിച്ചടിയാണ്. എങ്കിലും ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് നിലവിലെ തീരുമാനം. മധൂർ പഞ്ചായത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ബി.ജെ.പി ഇത്തവണയും വോട്ട് തേടി ഇറങ്ങുന്നത്. നിരവധി ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇത്തവണ നിലനിർത്താൻ സാധ്യതയില്ല. ബി.ജെ.പിക്കുള്ളിലെ വിഭാഗീയത മുതലാക്കി പ്രചരണം നടത്താനാണ് UDF-ന്റെയും LDF-ന്റെയും ശ്രമം. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.